ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ബിൽ പാസായതോടെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമാകും. സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടുള്ള കർമ്മയോഗി സാധന സപ്താഹത്തിന് രാജ്യത്ത് തുടക്കമായി. വോട്ടെടുപ്പിന് 7 ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ സംസ്ഥാന നേതാക്കൾ രംഗത്ത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കുന്നു. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തുടനീളം LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആഭ്യന്തര സിലിണ്ടറുകളുടെ വിലയിൽ വർദ്ധനവ് ഉണ്ടായിട്ടില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അന്തർ മന്ത്രാലയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ എല്ലാ വിതരണക്കാരുടെ പക്കലും ആവശ്യത്തിന് LPG ശേഖരമുണ്ടെന്ന് ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും 95% റീഫിൽ ബുക്കിംഗുകളും ഓൺലൈൻ മുഖേനയാണ് നടത്തുന്നതെന്നും അവർ വ്യക്തമാക്കി. അടുത്ത 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സുജാത ശർമ്മ അറിയിച്ചു. क्रूड सप्लाईज अगले 60 दिन के लिए टाइड अप है. हमारी क्रूड इन्वेंट्रीज आर सफिशिएंट. रिफाइनरीज मैक्सिमम कैपेसिटी पर ऑपरेट कर रही हैं. हमारे रिटेल आउटलेट्स नॉर्मल ऑपरेट कर रहे हैं. इंटरनेशनल वॉलेटिलिटी के बावजूद भी पंप के प्राइसेस में कोई इंक्रीज नहीं किया गया है. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ പറഞ്ഞു. മേഖലയിലെ നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷ സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരെ ആർമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ ഇന്ത്യൻ എംബസി സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1200 ഇന്ത്യൻ പൌരന്മാരെ കരമാർഗം ഈ രാജ്യങ്ങളിലേക്ക് മാറ്റിയതായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ കണക്കിലെടുത്ത് 40 പ്രധാന പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ജൂൺ 30 വരെ കസ്റ്റംസ് തീരുവ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മെഥനോൾ, അൺഹൈഡ്രസ് അമോണിയ, ടൊളുവിൻ തുടങ്ങിയ ഇനങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. ആഭ്യന്തര വ്യവസായത്തിന് ആവശ്യമായ പെട്രോ കെമിക്കൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകി. 2014 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു. ബിൽ പാസായതോടെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമാകും. പുതിയ തലസ്ഥാനമായി അമരാവതിയെ സ്വീകരിച്ച ആന്ധ്രാപ്രദേശിലെ ജനങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. സിവിൽ വ്യോമയാന പ്രവർത്തനങ്ങളുടെ സുരക്ഷയുടെയും ഭദ്രതയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഈ നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പൂർണ്ണമായും പാലിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അനുബന്ധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കർമ്മയോഗി സാധന സപ്താഹത്തിന് രാജ്യത്ത് തുടക്കമായി. സർക്കാർ ജീവനക്കാരുടെ ശേഷി വികസനം, പ്രകടനം മെച്ചപ്പെടുത്തൽ, കാര്യക്ഷമത ഉറപ്പാക്കൽ എന്നിവയാണ് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനജീവിതം സുഗമമാക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നതാകണം ഭരണനിർവഹണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉദ്ഘാടന പരിപാടിയെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉദ്യോഗസ്ഥകാര്യ പരിശീലന വകുപ്പ്, ശേഷി വികസന കമ്മീഷൻ, കർമ്മയോഗി ഭാരത് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെയും താജിക്കിസ്ഥാന്റെയും വിദേശകാര്യ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള 5ാം ഘട്ട ചർച്ചകൾ ദുഷാൻബെയിൽ നടന്നു. ഇന്ത്യൻ അംബാസഡർ CB ജോർജ്, താജിക്കിസ്ഥാൻ വിദേശകാര്യ ഉപമന്ത്രി ഇഡിബെക് കലന്തർ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം ചർച്ചയായി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം സംബന്ധിച്ചും ഇരുവരും ആശയവിനിമയം നടത്തി.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സൈനിക ശേഷിയും നശിച്ചെന്ന് വ്യക്തമാക്കിയ ട്രംപ് അമേരിക്കൻ സൈന്യം വിജയത്തിലേക്ക് മുന്നേറുകയാണെന്നും അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഇറാൻ പശ്ചിമേഷ്യയിലെ US ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിൽ എത്തും. തിരുവല്ലയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ചങ്ങനാശ്ശേരി NSS കോളേജ് വരെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് 7 ദിവസം മാത്രം അവശേഷിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ദേശീയ സംസ്ഥാന നേതാക്കളെ എത്തിച്ച് ആവേശകരമായ പ്രചാരണ പരിപാടികളാണ് മുന്നണികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത്. വോട്ടെടുപ്പിന് ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള 2ാം ഘട്ട പരിശീലനം പുരോഗമിക്കുകയാണ്. 2ാം ഘട്ട പരിശീലനം നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 7-ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുവാനാണ് തീരുമാനം. 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 നാൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലായി. ഇടത് വലത് NDA മുന്നണികളുടെ ദേശീയ നേതാക്കൾ തലസ്ഥാന നഗരത്തിൽ എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശകരമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും വാഹന പര്യടനവും പൊതുയോഗങ്ങളും ഉൾപ്പെടെ 2ഉം 3ഉം റൌണ്ട് പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടന്നു. കോൺഗ്രസ് നേതാവും MPയുമായ പ്രിയങ്ക ഗാന്ധി ഇന്ന് ചിറയൻകീഴ് മണ്ഡലത്തിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും UDFന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. NDAയുടെ പ്രചാരണത്തിനായി തലസ്ഥാന നഗരത്തിലെത്തിയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കിളിമാനൂർ, വർക്കല എന്നിവിടങ്ങളിൽ വിവിധ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നെയ്യാറ്റിൻകര, പാറശാല നിയമസഭാ മണ്ഡലങ്ങളിലെ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികകൾ LDF, UDF മുന്നണികൾ ഇന്ന് പുറത്തിറക്കി. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് LDF പത്രിക പുറത്തിറക്കിയത്. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. UDFന്റെ പ്രകടന പത്രിക കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ചേർന്ന് പുറത്തിറക്കി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം തുടങ്ങിയവയാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജുള്ള ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, എയിംസ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം NDA പുറത്തിറക്കിയിരുന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിച്ചു. ഈ മാസം 29-ന് നടക്കുന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 142 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുന്നത്. ഈ മാസം 9-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിനമാണ് ദുഃഖവെള്ളി. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടാകും. യേശുദേവന്റെ അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. IPLൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 7-മതും ഹൈദരാബാദ് 9-മതുമാണ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ആദിത്യ പ്രതാപ് യാദവ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. മംഗോളിയയിലെ ഉലാൻ ബാദറിൽ നടന്ന പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗം മത്സരത്തിൽ സൌദി അറേബ്യയുടെ മൂസ അൽ ഹൌസാവയെ ഏകപക്ഷീയമായ 5 സ്കോറുകൾക്കാണ് ആദിത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ബിൽ പാസായതോടെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമാകും. സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടുള്ള കർമ്മയോഗി സാധന സപ്താഹത്തിന് രാജ്യത്ത് തുടക്കമായി.
വോട്ടെടുപ്പിന് 7 ദിവസം മാത്രം ശേഷിക്കെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ സംസ്ഥാന നേതാക്കൾ രംഗത്ത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കുന്നു. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.